അവരുടെ ഒരു വിഷയം ഭയങ്കര വൈറലായി. ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാം. എന്ന് വെച്ചാൽ അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്താത്ത കാരണം സ്ത്രീകളുടെ. അതുപോലെ തന്നെ ഇപ്പോൾ റെനീഷയ്ക്കാണെങ്കിലും സെറീനയ്ക്ക് ആണെങ്കിലും നാദിലയ്ക്ക് ആണെങ്കിലും നല്ല നല്ല പ്രശ്നങ്ങൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബൈറ്റ്സ് നമുക്ക് കാണാം. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെയാണോ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പ് എന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ 2 ഓഡിയോ കിട്ടി. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നു. കാരണം അവർ പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം, അതായത് അഖിലേട്ടൻ പറയുന്നത് റെനീഷയെ കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു. അഖിലേട്ടൻ പറയുന്നത് റെനീഷയെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓഡിയോ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ അങ്ങനത്തെ 3 ഇന്റർവ്യൂകൾ കണ്ടിരുന്നു. കേശാന്റിന്റെ പ്രൊഡക്റ്റ് ഫൈനലി നിങ്ങൾ ഫൈനലി റോബോട്ടിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം വേണ്ടി എടുത്ത് തന്നിട്ടു. ഫൈനലി തെളിയുന്ന കണ്ടസ്റ്റന്റ് ആയിരിക്കും 5 പേരേ ഉള്ളൂ. അതിൽ ഡെയിലി കണ്ടസ്റ്റന്റ് ആണ് ഏഷ്യാന്റെ പ്രൊഡക്റ്റ് ആണ്. റെനീഷയുടെ കാര്യം പറയുന്നത് അങ്ങനെ സിമ്പിൾ കോമൻസ് പോലെ. പക്ഷേ അത് നമുക്ക് വളരെ ഭയങ്കര അലിഗേഷനൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റെനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. പക്ഷേ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റെനീഷയ്ക്ക് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ പോൾസിൽ ടോപ്പ് 2 എന്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ അല്ലേ ആ ഇഷ്ടമുള്ള ആളുകളോ കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട്. ട്രാൻസ് വനിതയെ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എന്നെ കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും ഇല്ല എത്രത്തോളം അവർ ഒരു തെറ്റിന്റെ നേരെ നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു രീതിയിലുമുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസോ ഡിസ്റെസ്പെക്റ്റോ ഏഷ്യനെറ്റിന്റെയോ ബിഗ് ബോസിന്റെയോ എൻഡമോൾ ഷൈന്റെയോ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ സൈഡിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ലൈഫിൽ. എങ്ങാനും ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും അത് ലീഗലി മൂവ് ചെയ്യാനും അതിനോടുള്ള ഒരു ആക്ഷൻ എടുക്കാനുമുള്ള ഒരു ധൈര്യവും പ്രാപ്തിയും ദൈവകൃപയാൽ എനിക്കതുണ്ട്. അതുകൊണ്ട് ഫോർ ഓൾ ദ കൺസേൺസ് എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമില്ല. ഞാനൊരു വിക്ടിമും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ മറ്റെന്ത് പറഞ്ഞാലും ഈ സ്ത്രീകളുടെ വിഷയം അവിടെ എടുത്തിടാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ പേര് കൂടി പറയണം. അതെന്തായാലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ സ്ത്രീകളൊക്കെ വഴങ്ങി കൊടുത്തതിന് ശേഷമാണ് ബിഗ് ബോസിൽ കയറിയതും എന്നുള്ള കാര്യം മാരാർ പറയാൻ പാടില്ലായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരുടെയും ഇപ്പോൾ അതിലുണ്ടായിരുന്ന മെയിനായിട്ടുള്ള എല്ലാ ആളുകളുടെയും മെയിലിൽ ഇപ്പോൾ സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആൾക്ക് കുഴപ്പമില്ല, അഖിൽമാരാറിന് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇപ്പൊ അതിനുള്ളിലുണ്ടായിരുന്ന സീസൺ 5 ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് എന്നാണ് എൻ്റെ അഭിപ്രായം.